ഹായ് കൂട്ടുകാരെ, അപ്പൊ നമ്മുടെ അരി ഉണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി നോക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ 1 കപ്പ് അരി, ഒരു കപ്പ് തേങ്ങ, 1 കപ്പ് ശർക്കര, ഇതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ പാൻ ഓൺ ആക്കി ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച 1 കപ്പ് അരി ഇട്ട് കൊടുക്കാം. ഏത് അരിയാണെങ്കിലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു അരി എടുക്കാം നമുക്ക്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു ബ്രൗണിഷ് കളർ ആവുന്ന വരെ നല്ലപോലെ ഒന്ന് വറുത്തോണ്ടിരിക്കുക. ഇതൊരു നല്ല പഴയ അമ്മമാരൊക്കെ ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കുന്ന സാധനം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇനി ഇത് കണ്ടോ, ഇതേപോലെ ഇങ്ങനെ കുറച്ചൊക്കെ ആകുമ്പോൾ നല്ലൊരു ബ്രൗൺ കളർ വരും. ഇതേപോലെ നല്ലപോലെ. പിന്നെ ഈ നല്ല മണം കേട്ടോ, ഇതിങ്ങനെ വറുത്തിങ്ങനെ ഇതിനകത്ത് ഇടുമ്പോൾ ഇങ്ങനെ കോരി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഇത് കണ്ടോ, ഇങ്ങനത്തെ ഒരു കളറായി വരുമ്പോഴത്തേക്കും നല്ല മണമാണ്. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അത് നല്ലപോലെ ചൂടൊക്കെ നാറി വരണം. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. കണ്ടോ, ഇനി നമ്മൾ നല്ലപോലെ ഒന്ന് മെൽറ്റാക്കി വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഒത്തിരി ലൂസും ആവല്ല, എന്നാൽ ഒത്തിരി കുറുകി കട്ടയാവുകയും ചെയ്യില്ല. ഒരു മീഡിയം വരണം. അപ്പോൾ നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഈ ഒരു പരുവത്തിലായിരുന്നു ഇതുണ്ട്. ഇതിപ്പോൾ ഒത്തിരി ലൂസല്ല, ഒത്തിരി സ്റ്റിക്കും അല്ലാത്തൊരു പരുവാണ്. നമ്മൾ എടുത്തിരിക്കുന്ന കറുത്ത ശർക്കര ആയതുകൊണ്ട് ഇത് നമുക്ക് അരിച്ച് മാറ്റി വെക്കാം. ഇതിനകത്ത് കുറച്ച് അഴുക്കും തരിയും ഒക്കെ കാണും, അതുകൊണ്ട് ഇന്ന് അരിച്ച് മാറ്റി വെക്കണം. ഇതുണ്ടോ, ഇത് കണ്ടോ, ഇതാണ് ഇതിനകത്ത് തരിയെല്ലാം ഉണ്ട്. ഇപ്പം നല്ല തരിയൊന്നും ഇല്ലാത്ത സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച വറുത്ത അരി ഉണ്ടല്ലോ, അതൊന്ന് മിക്സി ജാറിലിട്ട് നല്ല കുറച്ചായിട്ട് അരിച്ചെടുത്താൽ മതി. ഒത്തിരി അങ്ങ് അരിച്ച് പോവെങ്കിൽ ഈ ഒരു പരുവത്തിൽ അതൊന്ന് അരിച്ചെടുക്കണം. അതിന് ശേഷം നമ്മൾ പാനിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. അതൊന്നുകൂടി ഒന്ന് സ്റ്റിക്കി പരുവാകാൻ വേണ്ടിയിട്ടുണ്ട്. ഇപ്പോൾ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അത് നമ്മളൊന്ന് ഇളക്കി നല്ല സൂപ്പറാക്കി കൊടുക്കാം. കണ്ടോ, ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഇനി അതിലേക്ക് ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച 1 കപ്പ് തേങ്ങ ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം. നല്ലപോലെ നമ്മളൊന്ന് തേങ്ങ ഈർപ്പൊക്കെ വരും, അതെല്ലാം ഒന്ന് പോയി ഡ്രൈ ആയി വരുന്ന നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതേപോലെ ഈ പരുവത്തിൽ ഇളക്കും. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച അരി ഉണ്ടല്ലോ, പൊടിച്ച അരി, ഒന്ന് ഇട്ട് കൊടുത്ത് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇപ്പോൾ വീണ്ടും ഇട്ട് കൊടുത്ത് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. കുറച്ച് ഇട്ടിട്ട് ഡ്രൈ ആയി വരെ മിക്സ് ചെയ്യണം. ഇതേപോലത്തെ ഒരു പരുവാകുമ്പോൾ ഇതുപോലെ പരുവാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടൊക്കെ മാറി കഴിയുമ്പോൾ ചെറിയ ഉണ്ടകളാക്കി നമുക്ക് മാറ്റാം. ചെറിയ ഉണ്ടകളാക്കണം. ഇത് നല്ല ടേസ്റ്റാണ്. നമ്മളെപ്പോലുള്ള കുട്ടികൾക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആയിരത്തിൻ്റെ ഫ്ലേവർ വറുത്ത ഇതും എല്ലാം കൂടെ നല്ല സൂപ്പറായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്കും ചെയ്യണം. കണ്ടോ, ഇത് കാണാൻ എന്ത് ഭംഗിയാണ്. കമൻറ്റ് ഞങ്ങൾ അറിയിക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ബൈ.